ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇത്തൂസ് കുക്ക് ബുക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി മീൻ പൊരിച്ച് താളിച്ചതാണ്. നമുക്ക് കാണാം. ഈ താളിച്ചതെന്ന് പറഞ്ഞാൽ പുളിയിട്ടാണ്, വിരിമ്പിപ്പുളിയില്ലേ, അത് അരിഞ്ഞിട്ട് അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ മാങ്ങയില്ല, ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ, അപ്പം പൊടിയായിട്ട് മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞ് അരിഞ്ഞ് അത് വെച്ചും ചെയ്യാം. ഈ വിരിമ്പിയുടെ രണ്ട് ഭാഗവും ആദ്യം അരിഞ്ഞ് കളഞ്ഞിട്ട് വേണം വെള്ളത്തിലേക്ക് അരിഞ്ഞ് നീരിതായിട്ട് അരിഞ്ഞിടാൻ. അപ്പം വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ പുളിയെല്ലാം അങ്ങോട്ട് പോകും. ഞാൻ മീൻ പൊരിക്കാൻ ഇടുന്നതാണ്. ഇതാദ്യം പൊരിച്ചു മാറ്റണം. പൊടിയായിട്ട് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളിയല്ല, ഞാൻ സവാള എടുത്താണത്. പൊടി അരിഞ്ഞ്, ഇതും പൊടി അരിഞ്ഞ്, വെളുത്തുള്ളിയും പൊടി, പിന്നെ പച്ചമുളകും പൊടിയായിട്ട് എല്ലാം അരിഞ്ഞിട്ട് വേപ്പിലയും കൂടി എടുത്ത് ഒരുമിച്ച് എണ്ണയിൽ താളിക്കുക. എന്താ ഇത്രയും ഒരിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇടാം. മുളക് ഇടണം, മഞ്ഞളും ഇടണം. നമുക്ക് പുളിയൊക്കെ വരുമ്പോൾ എരിവ് വേണ്ടി വരും, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇടണം. ഒരാളുടെ ഇഷ്ടം അനുസരിച്ചാണ് മുളക് ഇടുന്നത്. മുളക് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ആ പുളി പിഴിഞ്ഞിട്ടിടണം. ഞാൻ സ്ലോ ആക്കി ഇട്ടതാ. ഇനി നമ്മളിത് ഉടക്കണം. ഇതുപോലെ മാങ്ങയും ചെയ്യാട്ടോ. ഞാനിപ്പോ ഒരു നല്ല തേങ്ങ എടുത്തിട്ടുണ്ട്. അത് പാലാക്കി വെച്ചാണ്. ഇത് ആദ്യത്തെ പാല്, ഇത് രണ്ടാമത്തെ പാല്. ഞാൻ രണ്ടാമത്തെ പാല് ഇട്ട് അങ്ങോട്ട് വറ്റിക്കാൻ പോട്ടെ കേട്ടോ. രണ്ടാമത്തെ പാലിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാല്, ആദ്യത്തെ പാല്. കണ്ട, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. കണ്ട, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി പണിയുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ്. ചോറിന് അടിപൊളിയാണ്. വേറെ ഒരു കറിയും വേണ്ട. അപ്പം ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ക്യാരി ചെയ്യാം, ഒന്നും ആവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.